നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫോൺ ചോർത്തലിൽ പി.വി. അൻവറിനെതിരെ കേസ്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പ് ചുമത്തി കേസെടുക്കട്ടെ എന്ന അൻവർ. സിപിഎം പ്രവർത്തകരുടെ കൊലവിളിയിൽ കേസെടുത്ത പോലീസ്. അൻവറിന്റെ വീടിന് സുരക്ഷ കൂട്ടി. ആദ്യ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ. എഡിജിപിയുടെ കൂടിക്കാഴ്ച നിഷേധിക്കാതെ ആർഎസ്എസ്. കേരളത്തിൽ ഇതാദ്യത്തെ സംഭവമല്ലെന്ന് ആർഎസ്എസ് നേതാവ് എ ജയകുമാർ. അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് 3 ദിവസത്തിനകം. ആർഎസ്എസ് കൂടിക്കാഴ്ചയിലും റിപ്പോർട്ട് നൽകിയേക്കും. കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പന് നാടിന്റെ അന്ത്യാഞ്ജലി. ആദരമർപ്പിച്ച് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും. കോഴിക്കോട് മുതൽ തലശ്ശേരി വരെ വിലാപയാത്ര. അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ ആയിരങ്ങൾ. പറയുന്നുണ്ട്, പൊരുതുവാനല്ലെങ്കിൽ പിന്നെന്തിനാണ് യുവത്വം? വെറുതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ? താൻ സ്വപ്നം കണ്ട ഒരു ലോകം വരിക തന്നെ ചെയ്യും എന്ന അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസമാണ് എല്ലായ്പ്പോഴും പുഷ്പൻ ഉയർത്തിപ്പിടിച്ചത്. സംസ്കാരം വൈകിട്ട്. വയനാട് പെരുന്തട്ടയിൽ പുലി ഇറങ്ങി. 1 മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ചെന്ന് നാട്ടുകാർ. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം. ചക്കക്കൊമ്പൻ വീട് തകർത്തു. ഫോൺ ചോർത്തി എന്ന വെളിപ്പെടുത്തലിൽ പി.വി. അൻവറിനെതിരെ കേസെടുത്തു. പൊതുസുരക്ഷയെ ബാധിക്കും വിധം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് എഫ്ഐആർ. നെടുങ്കുന്നം സ്വദേശിയുടെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത്. മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനുമെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പി.വി. അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ടെലികമ്മ്യൂണിക്കേഷൻ നിയമം, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കലാണ് പരാതിക്കാരൻ. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കറുകച്ചാൽ പോലീസിന്റെ നടപടി. താൻ മുമ്പ് കോൺഗ്രസുകാരനാണെന്നും നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും പരാതിക്കാരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നേരത്തെ ഞാനൊരു കോൺഗ്രസുകാരനായിരുന്നു. ഇപ്പം പിന്നെ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യമോ അടുപ്പമോ ഒന്നും ഇല്ലാത്തവനാണ്. കേസ് എടുത്തോട്ടെ എന്നായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും. അറസ്റ്റ് വൈകില്ലെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മീഡിയ വൺ, കോട്ടയം. പി.വി. അൻവർ എം.എൽ.എയുടെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ നടക്കും. യോഗത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കും. പുതിയ രാഷ്ട്രീയ നീക്കത്തിന് മുന്നോടിയായാണ് വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. അൻവറിന് പിന്തുണയുമായി നിലമ്പൂരിൽ നിരവധി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. വൈകുന്നേരം 6:30 ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അൻവർ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്നാൽ അൻവറിന്റെ പരിപാടിയിൽ ഒരു കാരണവശാലും പങ്കെടുക്കരുതെന്ന് അംഗങ്ങൾക്ക് സിപിഎം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പങ്കെടുക്കുന്നവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതിനിടെ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് നിലമ്പൂരിലും വിവിധയിടങ്ങളിലുമായി നിരവധി ഫ്ലക്സ് ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു. സിപിഎം മരുത മുൻ ലോക്കൽ സെക്രട്ടറിയും വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇ സുഗു ഉൾപ്പെടെയുള്ളവരും അൻവറിന് പിന്തുണയുമായി രംഗത്ത് വന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടി യോഗത്തിൽ നൽകുമെന്ന് പി.വി. അൻവർ എം.എൽ.എ പറഞ്ഞു. അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇനിയുള്ളൊരു 10 ദിവസത്തെ കാര്യങ്ങൾ, ആ കാര്യങ്ങളും വിശദീകരിക്കും. ആ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങൾ വിശദീകരിക്കും. ഒരു 200 ആളെ സംഘടിപ്പിക്കാനല്ലേ എനിക്ക് സാധിക്കുള്ളൂ. അത് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പി.വി. അൻവർ എം.എൽ.എയുടെ വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. അൻവർ ഡിജിപിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വീടിന് സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒരുക്കാൻ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുയോഗം സിപിഎമ്മിനും അൻവറിനും നിർണായകമാണ്. പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ അൻവറിന്റെ പരിപാടിക്കെത്തിയാൽ അത് സിപിഎമ്മിന് വലിയ തലവേദനയാകും. ആള് കുറഞ്ഞുപോയാൽ അത് അൻവറിന്റെ പാർട്ടി എന്ന സ്വപ്നത്തിനും വിലങ്ങുതടിയാണ്. ജംഷീർ കൊടിഞ്ഞിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം. പി.വി. അൻവറിനെതിരായി സിപിഎം പ്രവർത്തകർ നിലമ്പൂരിൽ നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ പോലീസ് കേസെടുത്തു. 100ഓളം സിപിഎം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. നിലമ്പൂരിൽ നടന്ന പ്രകടനത്തിനിടെയായിരുന്നു കൊലവിളി മുദ്രാവാക്യം.
ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബല കൂടിക്കാഴ്ച നിഷേധിക്കാതെ RSS നേതാവ് A. ജയകുമാർ. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു ADGP RSSന്റെ അധികാരിയെ കാണാൻ വരുന്നത്. ഇന്ന് സർവീസിൽ തുടരുന്ന എത്രയോ IPSകാരും IASകാരും ചീഫ് സെക്രട്ടറിമാരും വരെ RSS നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണെന്ന് ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിൽ നിരവധി പേർ RSS കാര്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുമുണ്ട്. സമ്പർക്ക് പ്രമുഖ എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ജയകുമാർ ക്ഷണിച്ചതനുസരിച്ചാണ് RSS നേതാവിനെ കണ്ടതെന്ന് MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് മൊഴി നൽകിയിരുന്നു. ADGP MR അജിത് കുമാറിനെതിരായ PV അൻവർ MLAയുടെ പരാതികളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനുള്ളിൽ സർക്കാരിന് നൽകാനൊരുങ്ങി സംസ്ഥാന പോലീസ് മേധാവി. ഇതിനൊപ്പം RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചേക്കും. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കണോ എന്നതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുമോ ഇല്ലയോ? തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി നേരിട്ടാണെങ്കിലും അതിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. PV അൻവർ MLA നൽകിയ 10ഓളം പരാതികളിലെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ DGP ഷെയ്ഖ് ദർവേ സാഹിബിന് കൈമാറിയിട്ടുണ്ട്. ഇത് അന്തിമ അന്വേഷണ റിപ്പോർട്ടാക്കുന്നതിന്റെ തിരക്കിലാണ് DGP. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തുന്ന മുറയ്ക്ക് റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ഒക്ടോബർ 3 മുൻപാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇതിനൊപ്പം RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയുടെ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിക്കാൻ DGP ആലോചിക്കുന്നുണ്ട്. ഇതിൽ അജിത് കുമാറിന്റെ മൊഴി ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു. അജിത് കുമാറിനൊപ്പം കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്ന RSS നേതാവ് A. ജയകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ജയകുമാർ മൊഴി നൽകാൻ തയ്യാറായില്ലെങ്കിൽ നിലവിൽ കണ്ടെത്തിയ വിവരങ്ങളും രേഖപ്പെടുത്തിയ മൊഴികളും വെച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP ആലോചിക്കുന്നത്. ഈ 2 റിപ്പോർട്ടുകളും പരിഗണിച്ച ശേഷമായിരിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കണമോ എന്നതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം. ഇന്നലെ അന്തരിച്ച CPM പ്രവർത്തകൻ പുഷ്പന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര കൂത്തുപറമ്പിലെത്തി. നിരവധി പേരാണ് വിവിധയിടങ്ങളിലായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുന്നത്. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് ചൊക്ലിയിലെ വസതിയിൽ നടക്കും. ഇന്നൊരു കാലത്തും കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അതാണ് അനശ്വര വിപ്ലവകാരി സഖാവ് പുഷ്പൻ സിന്ദാബാദ്, സഖാവ് പുഷ്പൻ സിന്ദാബാദ്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, CPMനെ സംബന്ധിച്ചിടത്തോളം തളരാത്ത പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് പുഷ്പൻ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോയ മൃതദേഹം ഇപ്പോൾ കൂത്തുപറമ്പിലെത്തിച്ചിരിക്കുന്നു. അവിടെ പൊതുദർശനമുണ്ടോ? ഇനി എപ്പോഴാണ് ചൊക്ലിയിലേക്ക് എത്തിക്കുക? ഇന്ന് 10 മിനിറ്റ് മുമ്പാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലേക്ക് മൃതദേഹം എത്തിയത്. പുഷ്പൻ വെടിയേറ്റ് വീണ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ വൈകാരിക രംഗങ്ങൾക്കാണ് ഈ പ്രദേശം സാക്ഷിയായത്. ഇന്നലെ വൈകുന്നേരം 3:30 പുഷ്പൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ചത്. അതിനുശേഷം പിന്നീട് ഇന്ന് രാവിലെ 8 മണി വരെ DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വിലാപയാത്രയായാണ് ഈ മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത്. തലശ്ശേരി ടൗൺ ഹാളിലായിരുന്നു ഇതുവരെയും പൊതുദർശനത്തിന് വെച്ചിരുന്നത്. രാവിലെ 11 മണിയോടുകൂടി തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചു. തിങ്ങി നിറഞ്ഞ പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വലിയ വൈകാരിക രംഗങ്ങളോടുകൂടിയാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ടൗൺ ഹാൾ പരിസരത്തേക്ക് ഒഴുകിയെത്തിയത്. പ്രദേശത്ത് ഇന്ന് ഹർത്താലാണ് ആചരിക്കുന്നത്. ഈ പ്രദേശത്ത് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പുഷ്പന് ഈ നാട് എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്രമാത്രം ഏറ്റെടുത്തിരുന്നു എന്നതിന്റെ സാക്ഷ്യമാവുകയാണ് ഈ തടിച്ചുകൂടിയ ജനക്കൂട്ടം. അതിനുശേഷം പിന്നീട് 1.5 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ചൊക്ലിയിലേക്കുള്ള വിലാപയാത്ര പുറപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ആ വഴിയാത്ര ചൊക്ലീസും ജന്മനാടായ രാമവിലാസം സ്കൂളിലാണ് 4:30 വരെ പൊതുദർശനത്തിന് വെക്കുന്നത്. അതിനിടയിലാണ് ഈ കൂത്തുപറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൂടെ നിരവധി
സ്ഥലങ്ങളിൽ നാട്ടുകാരും പ്രദേശവാസികൾ പാർട്ടി പ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവരുടെ വൈകാരികമായ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യം അതിനുവേണ്ടി സാധാരണഗതിയിൽ 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് 20 മിനിറ്റ് പിന്നിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കൂത്തുപറമ്പിൽ ഇപ്പോഴും 20 മിനിറ്റ് ഈ കൂത്തുപറമ്പിൽ എത്തിയിട്ടും കഴിഞ്ഞു. ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് പൊതുദർശനത്തിന് ശേഷം വീട്ടിൽ രാമവിലാസ് ചൊക്ലയിലെ രാമവിലാസം സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ആയിരങ്ങളുടെ അഭിവാദ്യങ്ങളോടെയാണ് ഇപ്പോൾ പുഷ്പന്റെ മൃതദേഹം അവിടെ കൂത്തുപറമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ അവരുടെ സമര പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായ ആ പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി അവിടെ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിൽ നിന്ന് ഷിത ജഗത്ത് കൂടി ചേരുകയാണ്. ഷിത, ജന്മനാടായ ചൊക്ലിയിലാണ് അവസാന പൊതുദർശനം ഉണ്ടാവുക. എപ്പോഴേക്ക് ചൊക്ലിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും വളരെ വികാരനിർഭരമായ ഒരു യാത്രയായിപ്പായിരിക്കും ചൊക്ലിയിലും ഉണ്ടാവുക, അല്ലേ? തീർച്ചയായും ജിൽസി, കാരണം പുഷ്പനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CPM പ്രവർത്തകർക്ക് അത്രയേറെ വൈകാരിക അടുപ്പമുള്ള ഒരാളാണ് പുഷ്പൻ. അതുകൊണ്ട് തന്നെ വൈകാരികമായുള്ളൊരു മുഹൂർത്തങ്ങൾക്ക് തന്നെയായിരിക്കും ചൊക്ലി സാക്ഷ്യം വയ്ക്കുക. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ചൊക്ലിയിലെ സ്കൂളിലേക്ക് പൊതുദർശനം നടത്തുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പുഷ്പൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് സഹനത്തിന്റെ സൂര്യൻ എന്ന് പറഞ്ഞ്. സ്വാഭാവികമായിട്ടും ഒരു വെടിയുണ്ടയേറ്റ് കിടക്കയിലായി പോയ ഒരാൾ ഇത്രയും കാലം തന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കെല്ലാം തന്നെ CPM പ്രവർത്തകർക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെല്ലാം തന്നെ അത്രയേറെ പ്രചോദനമായി കൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവുമായുള്ള ഒരു ആത്മബന്ധം, CPM പ്രവർത്തകർക്കുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എക്കാലവും പുഷ്പൻ എപ്പോഴും വീട്ടിൽ കിടക്കയിലാണെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകർ നിരവധി പുഷ്പനെ തേടി അവിടെ എത്തുമായിരുന്നു. പുഷ്പന് ചുറ്റും എപ്പോഴും ആളുകൾ ഉണ്ടാകുമായിരുന്നു. ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് എപ്പോഴും പുഷ്പനെ വിശേഷിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് CPM പ്രവർത്തകർക്ക്, വളർന്നു വരുന്ന ഓരോ തലമുറയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയ ആവേശമായിട്ടായിരുന്നു പുഷ്പൻ ഉണ്ടായിരുന്നത്. ഏറ്റവും ചെറിയ SFI കാലം മുതലുള്ള നേതാക്കന്മാരെല്ലാം തന്നെ പുഷ്പനെ കാണാൻ എത്തുക, കണ്ണൂരിലേക്ക് വന്നാൽ പുഷ്പനെ കാണാൻ, ചൊക്ലിയിലേക്ക് പുഷ്പനെ കാണാൻ എത്തുമായിരുന്നു. പുഷ്പനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമുള്ള കാര്യം കൂടിയാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ തനിക്ക് ചുറ്റും ആളുകൾ എത്തുന്നു, പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, എപ്പോഴും പാർട്ടിയുമായി ബന്ധപ്പെട്ട, ഈ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് വേറെ ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ കിടക്കയിൽ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലും എല്ലായിടത്തു നിന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ എത്തുമായിരുന്നു. അതുവരെ ഊർജ്ജസ്വലമായി സംസാരിച്ചിരുന്ന ഒരാൾ ആശുപത്രിയിൽ എത്തിയതോടുകൂടി പിന്നീട് സംസാരിക്കാതിരുന്ന പുഷ്പനെ കാണാൻ പറ്റിയിരുന്നില്ല എന്ന് നമ്മൾ ഈ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളുമായ ആളുകൾ കുറിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വികാരപരമായ ഒരു അടുപ്പം, അത്രയേറെ മാനസികമായുള്ള ഒരു അടുപ്പം ആളുകൾക്കെല്ലാം തന്നെ, CPM പ്രവർത്തകർക്കെല്ലാം തന്നെ ഈ പുഷ്പനുമായിട്ടുണ്ട്. പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് കുറെ നേരമായി തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ കുറെ നേരമായി തന്നെ ഇവിടെ ഉണ്ട്. ചൊക്ലിയിലേക്ക് 12:30 ചൊക്ലി സ്കൂളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ എത്തിയിട്ടില്ല. പാനൂരിൽ നിന്നും നേരെ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4:30 വരെ പൊതുദർശനത്തിന്, ചൊക്ലിയിലെ ഈ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വീട്ടിൽ കുറച്ച് സമയം വീട്ടിൽ വെക്കും. അതിനുശേഷം വീട്ടിന് സമീപത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജിൽസി, ശരി, 4:30 വരെയാണ് ചൊക്ലിയിലെ പൊതുദർശനം ഉണ്ടാവുക. ഇപ്പോൾ കൂത്തുപറമ്പ് പിന്നിട്ടിരിക്കുന്നതിനുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. അതിനുശേഷം വീട്ടിലും കുറച്ചുനേരം പൊതുദർശനം ഉണ്ടാകും. പിന്നീട് സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ തന്നെ നടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷിത ജഗത് ചൊക്ലിയിൽ നിന്ന് നൽകുന്നത്. പ്രകാശ് കാരാട്ട് CPM പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററാകും. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്നാണ് ചുമതല പ്രകാശ് കാരാട്ടിന് നൽകിയത്. ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, യെച്ചൂരിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ പ്രകാശ് കാരാട്ടിന് കോർഡിനേറ്റർ ചുമതല നൽകിയിരിക്കുന്നു. അതായത് അദ്ദേഹം ജനറൽ സെക്രട്ടറി എന്നല്ലേ അറിയപ്പെടുക? ജിൽസി, ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ടിനെ കോർഡിനേറ്റർ എന്ന പദവിയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി എന്നല്ല ആ പാർട്ടി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പകരം PB യുടെയും CC യുടെയും
കോർഡിനേറ്ററായി അദ്ദേഹം പ്രവർത്തിക്കുമെന്നാണ് CPM പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ വളരെ വേഗം തന്നെ സീതാറാം യെച്ചൂരിക്ക് പകരം ഒരു ജനറൽ സെക്രട്ടറി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഒരു ധാരണയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ആ പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയും പ്രകാശ് കാരാട്ടിനെ ഒരു കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെയായിരിക്കും അദ്ദേഹത്തിന് ആ ചുമതല ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ജിൽസ്, ശരി. ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് പ്രകാശ് കാരാട്ടിന് ചുമതല നൽകിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായത്. യോഗശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ കാറിൽ കയറുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിൽ പുലിയിറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഭീതിയിലായി ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ കൊല്ലുകയും മറ്റൊരു പശുവിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ എൽസ്റ്റൺ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പാറയ്ക്ക് മുകളിലാണ് പുലിയെ കണ്ടത്. പുലി ഒരു പശുവിനെ കൊല്ലുകയും മറ്റൊരു പശുവിനെ ആക്രമിക്കുകയും ചെയ്തു. വനം വന്യജീവി ഫോട്ടോഗ്രാഫറായ അജിത്താണ് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഒരു മാസത്തിലേറെയായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. എസ്റ്റേറ്റ് അടഞ്ഞുകിടക്കുന്നതിനാൽ പ്രദേശം കാടുമൂടിയ നിലയിലാണ്. വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ, മേപ്പാടി റേഞ്ച് ഓഫീസർ ഹരിലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടന്നു. മേഖലയിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. മീഡിയ 1 വയനാട്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയാക്രമണം. ഇന്നലെ രാത്രി 301 സമീപമെത്തിയ ചക്കക്കൊമ്പൻ വീട് തകർത്തു. പ്രദേശവാസിയായ ഐസക് വർഗീസിന്റെ വീടാണ് തകർത്തത്. ആന എത്തിയതറിഞ്ഞ് വീട്ടുകാർ മറ്റൊരു വീട്ടിലേക്ക് മാറുകയായിരുന്നു. നാട്ടുകാർ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. കഴിഞ്ഞ ദിവസം ആനയിറങ്കലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. PV അൻവറിനെതിരായ കേസ് ഉന്നത ഇടപെടലിനെ തുടർന്ന് ഈ മാസം 5-ന് പരാതി ലഭിച്ചെങ്കിലും കേസെടുക്കണ്ട എന്നായിരുന്നു ആദ്യ നിലപാട്. അൻവർ ഫോൺ ചോർത്തിയിട്ടില്ലെന്നാണ് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയും കണ്ടെത്തിയത്. എന്നാൽ CPMുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെയാണ് പരാതി കോട്ടയം പോലീസിന് കൈമാറിയത്. പരാതി കിട്ടിയത് ഇന്നലെ 8:20 FIRൽ പറയുന്നത്. സെയ്ഫ് സൈലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, പരാതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 5-ാം തീയതി പരാതി നൽകിയിരുന്നെങ്കിലും അന്ന് ഇതിൽ തുടർ നടപടികൾ എടുക്കാനോ കേസെടുക്കാനോ തയ്യാറായിരുന്നില്ല. പക്ഷെ പിന്നീട് CPMുമായുള്ള അൻവറിന്റെ ബന്ധം വഷളാകുകയും പാർട്ടി മുഴുവനായി തള്ളിപ്പറയുകയും ചെയ്തതോടെയാണ് കേസിലേക്ക് നീങ്ങിയതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ജിൽസി, അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 5-ാം തീയതി പരാതി നൽകിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 24 ദിവസം കഴിയുന്നു. ഇന്ന് 29 തീയതി. അങ്ങനെ പരാതി ഗൗരവ സ്വഭാവത്തിൽ പരിഗണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിലേക്ക് വന്ന പരാതി മെയിൽ മുഖേനയാണ് പരാതി അയച്ചത്. ആ പരാതി എത്തിച്ചേരേണ്ടത് അന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ്. ആ പരാതി ആ സമയത്ത് എത്തിച്ചേർന്നിട്ടില്ല. അൻവർ LDFുമായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയുന്നു. LDF അൻവറുമായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് ഈ പരാതി കോട്ടയം SPക്ക് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ FIR പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പരാതി അവിടെ പോലീസ് സ്റ്റേഷനിൽ, കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത് ഇന്നലെ രാത്രി 8:20 8:20 അവിടെ എത്തിച്ചേരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി FIR രജിസ്റ്റർ ചെയ്യുന്നു. അതായത് ഒരു ഉന്നതതല ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നു. അൻവർ LDFുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെ ഈ പരാതി എത്തുകയും അതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഗവർണർ ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അൻവർ ഇത് ചോർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അൻവർ ഉന്നയിച്ച ആരോപണമുണ്ട്. ADGP അടക്കമുള്ളവർ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ആരോപണം കൂടി പരിശോധിക്കണം എന്നുള്ളതായിരുന്നു ഗവർണർ നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകാൻ വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടുപേരും, അതായത് അൻവറും സംസ്ഥാന പോലീസും അങ്ങനെ ഫോൺ ചോർത്തിയിട്ടില്ല എന്ന റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഫോൺ ചോർത്തൽ എന്നുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അൻവർ ഉന്നയിച്ച അതായത് അൻവർ ഫോൺ ചോർത്തിയിട്ടില്ലെന്നാണ് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ സമിതിയും കണ്ടെത്തിയിരുന്നത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നു. അൻവറിന്റെ രാഷ്ട്രീയ ഗതി തന്നെ മാറി മറിയുന്നതോടുകൂടി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ഇതിനകത്തുണ്ട് എന്നുകൂടെ മനസ്സിലാക്കണം ഈ അവസരത്തിൽ.
അതെ 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 രാഷ്ട്രീയ നീക്കം തന്നെയാണത്. അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു എന്നാണ് ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജിൽസി. കാരണം 5-ാം തീയതിയാണല്ലോ ഈ പരാതി കിട്ടുന്നത്. 5-ാം തീയതി പരാതി കിട്ടുന്നു, ഇത്ര ദിവസം അനങ്ങാതിരിക്കുന്നു, എന്നിട്ട് ഗവർണർക്ക് നൽകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. രണ്ടുപേരും, അതായത് സർക്കാർ ചോർത്തി എന്ന് അൻവർ പറയുന്നത് തെറ്റാണ്, അൻവർ ചോർത്തി എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടുപേരും അതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗവർണർക്ക് നൽകാൻ വേണ്ടി തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ട്. അത് ഗവർണർ കൈമാറിയിട്ടില്ല, അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് കോട്ടയം SP-യുടെ കയ്യിലേക്ക് വരികയും കോട്ടയം SP കറുകച്ചാൽ പോലീസിലേക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരിൽ അൻവറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അൻവർ ഉന്നയിച്ച പരാതിയിൽ എന്താണ് നടപടി സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ, രണ്ട് തരത്തിലുള്ള നീതി എന്ന തരത്തിലാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത കൂടി. തീർച്ചയായും സേഫ, അൻവറിനെതിരായ കേസ് ഉന്നത ഇടപെടലിനെ തുടർന്നാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. 5-ാം തീയതിയാണ് പരാതി നൽകിയിരുന്നതെങ്കിൽ പോലും പിന്നീട് അന്നും കേസെടുക്കാതെ ഇന്നിപ്പോൾ ഇത്രയും ദിവസം വൈകി കേസെടുത്തു. ആദ്യം അൻവർ ഫോൺ ചോർത്തിയിട്ടില്ല എന്നായിരുന്നു DGP അടക്കമുള്ള അന്വേഷണ സമിതി കണ്ടെത്തിയത്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് സൈഫ് സൈൻലാബ്ദീൻ നൽകിയത്. സിനിമാ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം. ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാൻ പ്രേംകുമാറും ചലച്ചിത്ര പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലും സമിതിയിൽ അംഗങ്ങളാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളെ തുടർന്ന് സമിതിയിൽ നിന്ന് മുകേഷ് MLA ഒഴിവാക്കുകയും സംവിധായകൻ V ഉണ്ണികൃഷ്ണൻ രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇവർക്ക് പകരമായാണ് പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നത്. സമിതിയുടെ കൺവീനർ സ്ഥാനം വഹിച്ചിരുന്ന സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനിമോൾ IAS വിരമിച്ചതോടെയാണ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതേസമയം രൂപീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സമിതിയിൽ നിന്ന് പിന്മാറിയ മഞ്ജു വാര്യർ, രാജീവ് രവി എന്നിവർക്ക് പകരം ഇതേവരെ ആളെ കണ്ടെത്തിയിട്ടില്ല. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ എറണാകുളം സൈബർ പോലീസ് കേസെടുത്തു. ബാലചന്ദ്ര മേനോനെതിരായ നടിയുടെ ലൈംഗികാരോപണം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് നടപടി. IT ആക്ട് പ്രകാരമാണ് കേസ്. പരാമർശങ്ങൾ അപകീർത്തികരവും തന്നെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതുമാണെന്ന് ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ പറയുന്നു. യൂട്യൂബ് ചാനലുകളുടെ ഉള്ളടക്കം പരിശോധിച്ച് തുടർ നടപടിയുണ്ടാകുമെന്ന് സൈബർ പോലീസ് വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ അട്ടിമറി നടന്നു എന്ന ആരോപണവുമായി 2ാം സ്ഥാനക്കാരായ വിയപുരം ചുണ്ടൻ പ്രശ്നം ചൂണ്ടിക്കാട്ടി വിയപുരം ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അതേസമയം തർക്കമുന്നയിച്ച് അക്രമം നടത്തിയതിന് 100 പേർക്കെതിരെ കേസെടുത്തു. ഇന്ത്യ ബംഗ്ലാദേശ് കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനത്തെ കളിയും മോശം കാലാവസ്ഥയെ തുടർന്ന് ആരംഭിക്കാനായില്ല. മഴ കുറഞ്ഞെങ്കിലും ഔട്ട്ഫീൽഡ് മത്സരയോഗ്യമാകാത്തതാണ് കാരണം. ആദ്യ ദിനം മാത്രമാണ് കളി നടന്നത്. ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിലാണ്. സ്പാനിഷ് ലീഗിൽ നിന്ന് മാഡ്രിഡ് ഡെർബി. റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. റയലിന്റെ തട്ടകത്തിൽ രാത്രി 12:30 മത്സരം. മറ്റ് മത്സരങ്ങളിൽ സെവിയ അത്ലറ്റിക് ക്ലബിനെയും ജിറോണ സെൽറ്റ വിഗോയെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഒസാസുനയോട് ബാഴ്സ പരാജയപ്പെട്ടിരുന്നു. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ എവേ മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. ഗുവാഹത്തിയിൽ രാത്രി 7:30 മത്സരം. അവസാന മത്സരത്തിൽ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെ 2-1 പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീം. ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ച ടീമിൽ കാര്യമായ മാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന. ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ അനീഷ പവാർ.